നമുക്ക് കുറച്ച് കഥകൾ കേട്ട് നോക്കിയാലോ? എന്റെ മുന്നിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മരിച്ച് വീഴുക എന്റെ മുന്നില്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക എന്താ ചെയ്യാ. 5 വെടിയുള്ളൂല. ഞാനന്ന് മെലിഞ്ഞിട്ടാ. തള്ളാണെങ്കിലും നമ്മളിത് പെട്ടെന്ന് വിശ്വസിച്ചു പോകും അല്ലേ? ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം എക്സാജറേറ്റ് ചെയ്ത് പറയുകയും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു അബിലിറ്റിയാണ് അല്ലേ? ഇങ്ങനെ കഥകൾ അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇടിയമാണ് സ്പിൻ എ യാൺ എന്നുള്ളത്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്, മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്, ആരും റീത്ത് സമർപ്പിക്കരുത്. ഓ ശോകം. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അവസാനം നെഗറ്റീവിലെത്തിക്കുന്ന ചില ആളുകളുണ്ട്. പണ്ട് PSC ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നെഗറ്റീവ് മാത്രം കാണുന്ന ചില ആളുകൾ, നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകൾ. അതിനുള്ള 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഡെബി ഡൗണർ എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കഥ കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 26. മലയാളത്തിലോ? 56. അപ്പൊ 56 26 പോയാ 30 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 30 ദിവസം. അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറയുന്നത്? പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലേ? ഒരു സർക്കിളിൽ വെട്ട പോലെ. ഇതിനാണ് നമ്മൾ ടോക്ക് ആൻഡ് സർക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കഥകളുണ്ട്. ചില ആളുകൾക്ക് അത് നന്നായിട്ട് പറയാൻ പറ്റും, ചില ആളുകൾ അത് പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. ചില ആളുകളോ കഥകൾ ഉണ്ടായിട്ടും പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ കഥകളും കഥ പറച്ചിലുകളും ഒക്കെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് കഥകളുണ്ടാവും, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക.